വെളിച്ചപ്പാട് മേലേരി കയ്യേറ്റു. കാവുമ്പായിയിൽ പുതിയ ഭഗവതി ഉറഞ്ഞാടി. കാവുമ്പായി പുതിയ ഭഗവതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളിയാട്ട മഹോത്സവത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കുംഭം 25, 26 തീയതികളിലാണ് കളിയാട്ടം. കുംഭം 25-ന് വൈകുന്നേരം പുതിയ ഭഗവതിയുടെ ഉച്ചത്തോറ്റവും മേലേരി കൂട്ടലും നടന്നു. തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ കാഴ്ചവരവാണ് പിന്നീട് നടന്നത്. കാഴ്ചവരവിന് ശേഷം വീരൻ്റെയും വീരാളിയുടെയും പുറപ്പാട് നടന്നു. കുംഭം 26 ചൊവ്വാഴ്ച രാവിലെയാണ് പുതിയ ഭഗവതിയുടെ പുറപ്പാട് നടന്നത്. വെളിച്ചപ്പാട് മേലേരി കയ്യേറ്റതോടെ ബാല്യക്കാർ മേലേരിയിലേക്ക് എടുത്തു ചാടി. പുതിയ ഭഗവതിയും വെളിച്ചപ്പാടും തമ്മിലുള്ള കൂടിയാട്ടവും നടന്നു. പ്രധാന ദേവതയായ പുതിയ ഭഗവതി രോഗങ്ങളുടെ ദേവതയാണ്. പുതിയ ഭഗവതിയെ കെട്ടിയാടിച്ചാൽ നാട്ടിലെ സകല രോഗങ്ങളും ഇല്ലാതാവുമെന്ന് വിശ്വസിക്കുന്നു. അതിമഹത്തായ ദേവതാ സങ്കല്പമാണ് പുതിയ ഭഗവതി. ശ്രീ മഹാദേവൻ നൽകിയ വാളും ചിലമ്പും കനകപ്പൊടിയുമായി ഭൂമിയിലെത്തിയ ദേവിയാണ് പുതിയ ഭഗവതി. നാടിന് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാനാണ് പുതിയ ഭഗവതിയെ കെട്ടിയാടിക്കുന്നത്. കാവുമ്പായിയിൽ പുതിയ ഭഗവതിയുടെ അനുഗ്രഹം നേടാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.